ഇറാനിപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു. ഇറാൻ്റെ ഈ യൂണിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ യൂണിറ്റിയാണ്. ഇവർ ഈ ഡിസ്പ്യൂട്ട് തുടങ്ങിയതിന് ശേഷം 35,000 പേരെ മിനിമം, 45 ചില റിപ്പോർട്ട് കൊടുക്കുന്നു, പക്ഷേ റോയിട്ടേഴ്സ്, ന്യൂയോർക്ക് ടൈംസ്, ഇതൊക്കെ എല്ലാവരും കൺഫേം ചെയ്യുന്ന മിനിമം ഫിഗർ 35,000 35,000 പേരെ കൊന്ന് ഒരു പ്രതിഷേധവും ഇല്ലാതെയാക്കിയിട്ടാണ് ഇറാൻ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 35,000 സ്വന്തം ജനങ്ങളെ കൊന്ന ഒരു IRGC എന്ന പട്ടാളക്കാർക്ക് എത്ര കാലം ഇറാനെ ഒരുമിച്ച് പിടിച്ചു നിർത്താൻ പറ്റും? ഏകദേശം 10 കോടിയുള്ള ജനങ്ങളിൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഈ കാണുന്ന കരച്ചിൽ, അവർ കാണിച്ച കരച്ചിലുണ്ടല്ലോ, ഖമനേയിയുടെ വിലാപയാത്രയിലുള്ള കരച്ചിൽ, അത് കൂടുതലും പറഞ്ഞ് കരയിക്കുന്നതാണ്. ഇത്ര പേര് കരഞ്ഞോളണം. 3000 ഖബർ അവർ തയ്യാറാക്കി വെച്ചു. 3000 ശവക്കുഴി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഖമനേയിയുടെ വിലാപയാത്രയിൽ തിക്കും തിരക്കിലും പെട്ട് കുറഞ്ഞത് 3000 പേരെങ്കിലും മരിക്കുമ്പോൾ അവരെ ഉടനെ എടുത്ത് കുഴിച്ചിടാനായിട്ട് കുഴി നേരത്തെ കുഴിച്ചു വെച്ചു. അതിൻ്റെ ഫോട്ടോയും പുറത്തു വിട്ടു. പാവി സ്വന്തം ആൾക്കാരെ കുഴിച്ചിടാനുള്ള കുഴി. ഇതാണ് ഇറാൻ്റെ സ്റ്റാൻഡേർഡ്, മോറൽ സ്റ്റാൻഡേർഡ്. നമുക്കൊരു രാജ്യത്തിൻ്റെ എത്ര വലിയ ചരിത്രമുള്ള നാടാണ് പേർഷ്യ. അത് എങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഈ ഖമേനി കൂട്ടമെല്ലാം ചേർന്ന്. നിങ്ങൾ അവിടെ ഇവിടെ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിങ്ങൾ ഞെക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ ലോകത്തിന് ശ്വാസം മുട്ടും. കാര്യമൊക്കെ ശരി. എത്ര ദിവസം എന്ത് ചെയ്യാൻ പോകും നിങ്ങൾ? ഇതുവരെ ആരും ഇടപെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ഇടപെടാൻ പോകുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ഒരു കരയുദ്ധം അസാധ്യമാണ്. ആര് പറഞ്ഞു കരയുദ്ധം അസാധ്യമാണ്? ഒരു 4-5 രാജ്യങ്ങൾ കൂടി ഒരു കീറിയലുണ്ടല്ലോ. ഇതിനു മുമ്പ് അത് സംഭവിക്കാൻ പോയതാണ്. പിന്നെ അത് ബാക്കിയുള്ളവർ, ഈ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഈ 3 പേരും കൂടെ ഇടയ്ക്ക് തീരുമാനിച്ചതാണ്. ഇവൻ്റെ ഈ അഹങ്കാരം അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യം ഹോർമൂസ് മോചിപ്പിക്കുക, അത് മാത്രം. ഹോർമൂസ് ഒരു ഇൻ്റർനാഷണൽ കടലാണ്, അതിൽ കയറി ആരും കളിക്കണ്ട, നിങ്ങളുടെ യുദ്ധം വേറെ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ബലപ്രയോഗത്തിലൂടെ ഹോർമൂസ് പിടിച്ചെടുക്കുകയും അവിടെ കാവലിടുകയും കൊമേർഷ്യൽ ചരക്ക് കപ്പലുകൾ സ്വതന്ത്രമായിട്ട് പോകാൻ അനുവദിക്കുകയും ചെയ്യും. ഇങ്ങനൊരു സ്കീം അവർ ആലോചിച്ചതാണ്. പിന്നെയും അത് വേണ്ട, കാരണം അത് വേറൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണല്ലോ ഇതൊക്കെ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. അധിക നാൾ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിമ്പിൾ ടേംസിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ എന്താ? എത്രയോ പേരുടെ കയ്യിലുണ്ട്, അവരുടെയും കൂടെ ഇരുന്നോട്ടെ. ബട്ട് അതുണ്ടാക്കാൻ നേരത്ത് ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇവരെപ്പോലെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വേറൊരു രാജ്യമില്ല. ഉത്തര കൊറിയയിലെ ആ ഭ്രാന്തനുണ്ടല്ലോ, കിം ജോങ് ഉൻ, അവൻ പോലും ഇങ്ങനെ ഒരു ഈവിൾ ഇൻറ്റൻഷൻ പുറത്തു വിട്ടിട്ടില്ല. ആരുടെ തലയ്ക്കിടാനാണ് ആറ്റം ബോംബ് എന്ന് ആരും പറയാറില്ല. നമ്മളിതുണ്ടാക്കുമ്പോൾ പാകിസ്ഥാനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ തലയിലിടാനാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ അത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു, വി വിൽ വൈപ്പ് ഔട്ട് ഇസ്രായേൽ. അതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഇറാൻ ശക്തി ആയിക്കഴിഞ്ഞാൽ ആരായാലും പറയും ശരി, അവനും ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ, ആരും ഇത് പ്രയോഗിക്കാനൊന്നും പോകുന്നില്ല. വിവേകമുള്ള ജനാധിപത്യ രാജ്യമായിരുന്നു ഇറാനെങ്കിൽ ഇതിനു മുമ്പ് അവരുടെ ആണവായുധം അവർ തയ്യാറാക്കുമായിരുന്നു. ആരും ഒന്നും പറയുന്നുമില്ല. അവരും ഒരു ടെസ്റ്റൊക്കെ നടത്തും. ഇറാൻ ടെസ്റ്റ് നടത്തി, ഇറാനും ആണവ ക്ലബിൽ അംഗമായി കഴിഞ്ഞു. പക്ഷേ അവിടെ പാരലൽ ഭരണമാണ്. ചോദിച്ചാൽ ജനാധിപത്യം. പെസഷ്കിയാൻ എന്ത് പവറുണ്ട്? ഒരു പവറുമില്ല. പക്ഷേ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ്. അബ്ബാസ് അരാക്ചി ഫോറിൻ മിനിസ്റ്ററാണ്. ഗാലിബിഫ് ഈ അവിടുത്തെ ഓം ബിർള. എനിക്ക് മനസ്സിലാവണില്ല, ഈ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ ഇതുപോലത്തെ നെഗോസിയേഷനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നു. നമ്മൾ ഒരു രീതിയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷനിൽ എവിടെയെങ്കിലും ഓം ബിർളയെ കണ്ടിട്ടുണ്ടോ? ബട്ട് അവരുടെ ഓം ബിർളയാണ് ഗാലിബിഫ്. പുള്ളിയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പാകിസ്ഥാനിൽ പോകുന്നു, റഷ്യയിൽ പോകുന്നു, അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അങ്ങനത്തെ വിചിത്രമായ ഒരു ജനാധിപത്യമാണ് അവരുടെ നാട്ടിൽ. അതേസമയം പവറെല്ലാം ഈ ഖമേനി കൂട്ടങ്ങളുടെ കയ്യിലാണ് താൻ. ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് എക്സ്ട്രീമിസ്റ്റും
എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള യുദ്ധമാണ്. തീവ്രവാദിയും അതിതീവ്രവാദിയും തമ്മിലുള്ള റിഫ്റ്റാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പെസഷ്കിയാൻ്റെയോ അബ്ബാസ് അരാക്ചിയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല. അവരാണ് വാക്ക് കൊടുത്തത് ഇനി ഹോർമുസ് തുറന്നിരിക്കുന്നു, ഇനി പ്രശ്നമൊന്നുമില്ല. അവരല്ല വാക്ക് കൊടുക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് IRGC. അതുകൊണ്ടാണ് IRGC ആക്രമിക്കുന്നത്.